ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഈ ഡിസൈനാണ് കോപ്പി ചെയ്ത് നമ്മുടെ ഒരു ബ്ലൗസിലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ചുരിദാറിൻ്റെ യോക്ക് പോർഷനിൽ വന്നേക്കുന്നതാണ്. നമുക്കത് ബ്ലൗസിൻ്റെ സ്ലീവിലാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ ചെയ്യാനായിട്ട്. സെയിം പച്ച നിറം, നല്ല പച്ച നിറത്തിലുള്ള ബ്ലൗസാണ്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇത് കാണിച്ചു തരാം. ആദ്യമേ തന്നെ സ്വീക്വൻസ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. പിക്ചറിനകത്ത് കാണിക്കുന്നത് നടുക്ക് വലിയൊരു മുത്ത് വെക്കുന്നതായിട്ടാണ്. നമുക്ക് വലിയ മുത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്ന് പിടിച്ചിരുന്നോട്ടെ എന്ന് കരുതി ഒരു സീക്വൻസും ഒരു മുത്തും കൂടി വെക്കാൻ നേരത്ത് ഒന്നിങ്ങോട്ട് ഇച്ചിരി പൊക്കം കിട്ടുമല്ലോ അതിന് തൊട്ടപ്പുറത്ത് നിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് പിന്നെ മുത്ത് കോർക്കുക. കുഞ്ഞു മുത്താട്ടോ ഇത്. കുഞ്ഞു ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആൻറ്റിക് കളറാണ്. ആ മുത്തൊരു 8 എണ്ണമാണ് എടുക്കേണ്ടത്. ഒരു 8 എണ്ണം ഇതുപോലെ നമ്മൾ കോർത്തെടുത്തിട്ട് തൊട്ടപ്പുറത്ത് കൂടി അങ്ങ് കുത്തി കൊടുക്കുക. ഇതേപോലെ കുത്തി കൊടുക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ഇതുപോലെ വട്ടത്തിൽ കിട്ടും കേട്ടോ. ഭയങ്കര സിമ്പിൾ ഡിസൈനാണ്, ആർക്കും ചെയ്യാം. ക്ഷമയുള്ള ആർക്കും ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല സമയം എടുക്കും കേട്ടോ. നമുക്ക് കുറച്ചധികം സമയം എടുത്താലേ നമുക്ക് മെനക്കെട്ടിരുന്നാൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ കുത്തിയെടുത്തിട്ട് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് പിടിപ്പിച്ച് വെക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്തൊന്ന് വെക്കാൻ നേരത്തെ അവിടെ പിടിച്ചിരുന്നോളും. ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് പിടുത്തം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ എടുത്തൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്കിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുത്തി എടുത്തിട്ട് ആ മുത്തിൻ്റെ ഇടവഴി ഒന്ന് കയറ്റി ഒന്ന് പിടിപ്പിച്ചു കൊടുത്താലും മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഉചിതം പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ റൗണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് കാണുന്ന കട്ട് ബീഡിൻ്റെ വർക്കുണ്ടല്ലോ, അത് ചെയ്യാനായിട്ടൊരു ചെറിയൊരു സീക്വൻസ് എടുത്തേക്കുന്നത്. ഇതൊരു കോപ്പർ ഷെയ്ഡ് വരുന്ന ഒരു സീക്വൻസ് ആണ് എടുത്തത്. മറ്റേത് നമ്മൾ ഗോൾഡൻ ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ളത് വെച്ചങ്ങ് ചെയ്യാം. ഈ കോപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി ചെറിയ സീക്വൻസ് ആണ്, അപ്പോൾ അതായിക്കോട്ടെ എന്ന് കരുതി എടുത്തതാട്ടോ. അപ്പോൾ ആദ്യമേ ആ കോപ്പർ സീക്വൻസ് കയറ്റുക. പിന്നെ ഒരു 3 കട്ട് ബീഡാണ്. 3 കട്ട് ബീഡും വീണ്ടും ഒരു സീക്വൻസും കൂടി കയറ്റണം. അങ്ങനെ ഒരു സീക്വൻസ് 3 കട്ട് ബീഡ് വീണ്ടും ഒരെണ്ണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ആ സീക്വൻസ് ഒന്ന് മലത്തി കൊടുത്തിട്ട് അതിൻ്റെ തുളവഴി ഒന്ന് കുത്തി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ സെറ്റാകും. ഇനി ഒന്നും കൂടി ഇത് സെക്യൂർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ സ്ലീവിൻ്റെ ആ സീക്വൻസിൻ്റെ തുളയുടെ അവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് കുത്തി വേണം കൊടുക്കാം കേട്ടോ. അങ്ങനെ കുത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ടൈറ്റാക്കിയാണല്ലോ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കുത്തണമെന്നൊന്നുമില്ല. ഒന്നും കൂടി ഒന്ന് പിടിച്ചിരിക്കണമെന്നുള്ളവർക്ക് ഒന്നും കൂടി അവിടെ കുത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സെയിം ഡിസൈൻ ഒന്ന് അതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സീക്വൻസ് കുത്തുക, മുത്തിടുക, പിന്നെ നമുക്ക് ചുറ്റും ഒരു റൗണ്ട് കൊടുക്കണം. ഈ കോർത്തെടുക്കാൻ ഭയങ്കര പാടാട്ടോ. നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, കുഞ്ഞു മുത്തല്ലേ. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 10 എണ്ണം നിലത്ത് പോയാൽ 5 എണ്ണം നമുക്ക് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണിത്. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. പിടുത്തം കിട്ടിയല്ലാത്ത മുത്ത. അങ്ങനെ നമ്മളത് ക്ഷമയോടെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല നമ്മളെ റെഫറൻസ് എടുത്ത പിക്ചറിനകത്ത് അവർ ഒരു ചുരിദാറിൻ്റെ യോക്ക് പോർഷനിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും. ഈ വട്ടത്തിലോ ചതുരത്തിലോ ഒക്കെ നമുക്ക് സ്റ്റിച്ചൊന്നും ചെയ്യാൻ അറിയാൻ മേലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നല്ലതായിരിക്കും. വേണ്ട, ഇതേപോലെ നമുക്ക് വട്ടം ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആ നീണ്ടിരിക്കുന്ന അത് കട്ട് ബീഡ് കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ കാണിക്കുന്ന പിക്ചറിൽ അവർ 6 കട്ട് ബീഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ഇച്ചിരി വലിയ കട്ട് ബീഡ് ആയതുകൊണ്ട് 3 എണ്ണം മതി കേട്ടോ. കുഞ്ഞു കട്ട് ബീഡാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ വേണം. 6 എണ്ണമൊക്കെ എടുത്താലേ ഇത് വരുള്ളൂ. അങ്ങനെ നമുക്ക് ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻ. സിമ്പിൾ ഡിസൈനല്ല, ഭയങ്കര സിമ്പിളാണ്. ഇച്ചിരി സമയം എടുക്കും, നല്ല സമയം എടുക്കും ചെയ്തെടുക്കാനായിട്ട്. ക്ഷമയോടെ ചെയ്ത് വരണം. അങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് ഫുൾ സ്ലീവ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ അറ്റത്താണിത് അത് ഉദ്ദേശിച്ചേക്കുന്നത്. ബാക്കി ഒരു ചെറിയൊരു സ്പ്രെഡ് പോലെ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞു മുത്തും ആ സീക്വൻസും മുത്തും ഇതുകൊണ്ടുള്ള പ്രയോഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യമേ സീക്വൻസ് കയറ്റുക, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു മുത്തും കൂടി കയറ്റി കൊടുക്കുക, അവിടെ പിടിപ്പിച്ച് വെക്കുക. തൊട്ടടുത്തോട്ട് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസിലല്ലേ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമെ ഇങ്ങനെ നൂല് ഇങ്ങനെ പൊങ്ങി ഇരിക്കുമല്ലോ നമ്മൾ ഈ ചെയ്തേക്കണതിൻ്റെ. അതൊന്ന് ജസ്റ്റ് ആ ഫാബ്രിക് ഗ്ലൂ പശ ഉണ്ടല്ലോ, ആ പശ കൊണ്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ നൂലിൻ്റെ മേത്തുകൂടി ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ മര്യാദയ്ക്ക് ഇരിക്കും. ഞങ്ങളിത് ഒരാൾക്ക് വേണ്ടി ചെയ്തതാട്ടോ, പക്ഷെ അത് മറന്നുപോയി. അത്
പശ തേച്ച് കൊടുക്കാനായിട്ട് മറന്നുപോയി. പശ തേച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി അവിടെ ഉപദ്രവമൊന്നും ഇല്ലാണ്ടിരുന്നോളും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇടുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ടാൽ മതി. നമ്മൾ നല്ല ടൈറ്റായിട്ടാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സീക്വൻസും മുത്തും കൂടി ചേർത്ത് വെച്ച് നമുക്ക് ആദ്യമൊക്കെ കുറച്ച് അടുത്തടുത്ത് വേണം. പിന്നെ നമുക്ക് ഒരു ഇച്ചിരിയും കൂടി പൊക്കത്തിലോട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി അങ്ങോട്ട് അകത്തി ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്പ്രെഡ് കഴിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ എടുക്കാണ്ടാകണ്ട. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സ്ലീവിൽ ഇത്ര പണിയുള്ളൂ. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതിനിപ്പോൾ വരയ്ക്കാനോ കുറിക്കാനോ ഒന്നുമില്ല, വരയ്ക്കൊന്നും വേണ്ട. ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കഴുത്തേൽ ഇതിൻ്റെ തന്നെ സെയിം സിമ്പിൾ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ച് അവൾ കഴുത്തേലും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ ബ്ലൗസാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ആദ്യമേ നമ്മുടെ സീക്വൻസ് മുത്തും അത് തന്നെ, പിന്നെ നമ്മുടെ ഒരു 3 മുത്തം കൊണ്ട് എടുക്കും. ഈ മുത്ത് കണ്ട കുഞ്ഞു മുത്ത് ഒരു 3 എടുത്ത് പിടിപ്പിച്ചിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ടൈറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് ടൈറ്റ് ചെയ്യണമല്ലോ. അതിനെ തൊട്ടപ്പുറത്തുനിന്ന് എടുത്തിട്ട് വീണ്ടും നമുക്ക് ആ നൂലിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇപ്പുറത്തോട്ട് മാറ്റി കുത്തണം. മാറ്റി കുത്തുമ്പോഴത്തേക്കണ്ട അവിടെ പിടിച്ചിരുന്നു, ഇനി ഒന്നും നോക്കാനില്ല. അപ്പോൾ ഈ സാധനമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുഞ്ഞ് നീഡിൽ വേണം കേട്ടോ. നീഡിൽ നമ്പർ 12 ആണിത്. കുഞ്ഞ് നീഡിലായിരിക്കും. അതിനകത്ത് സൂചി കുറക്കാനൊക്കെ ഇച്ചിരി പാടാണ്. നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. കുഞ്ഞ് നീഡിലാണ്, അത് ചെയ്യാൻ സുഖം കേട്ടോ. അതൊരു ചെയ്ത് അപ്പം അതിനകത്ത് ആകുമ്പോൾ എല്ലാ മുത്തും കയറും. നമ്മുടെ ഇത്തിരിയും കൂടി വലിയ സൂചിയിൽ എല്ലാ മുത്തും കയറില്ല. എല്ലാം ആ തുളയുടെ അവിടെ വരുമ്പോൾ സ്റ്റക്കായി നിൽക്കും. ഇതാകുമ്പോൾ എല്ലാ മുത്തും കയറിക്കോളും. നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇതേപോലെ ഫുൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ സാരി ഇടുന്ന വശം ഉണ്ടല്ലോ, അവിടെ മാത്രം ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ അവിടെ ചെയ്തിട്ട് ആരും കാണിയല്ല. എന്താണേലും സാരി ഇപ്പോൾ 1 ലെയർ ഇട്ടാലും പ്ലേറ്റ് എടുത്ത് കുത്തിയാലും ഒക്കെ സാരി എന്താണേലും അവിടെ വരുമല്ലോ. അപ്പോൾ ആ പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വശത്ത് മാത്രമാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ഫുള്ളും ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഫുള്ളും കാണുമല്ലോ, അപ്പോൾ ബാക്കിലും ഫുള്ളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. സിമ്പിളാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സീക്വൻസും മുത്തും ഇടവിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ധൃതിക്ക് തയ്ച്ച ബ്ലൗസാണ്. ഇത് കപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസ് നമ്മൾ എപ്പോൾ സ്റ്റിച്ച് ചെയ്താലും കപ്പും കൂടി വെക്കാൻ നേരത്ത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇച്ചിരി ഓവർ അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ വൃത്തികേടൊന്നും ഉണ്ടായില്ല. സാരിയൊക്കെ കൊടുത്ത് കഴിയാൻ നേരത്ത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് കപ്പ് വെച്ച് ചെയ്യുന്നത് നമ്മൾ സാധാ പ്രിൻസസ് കട്ട് ഇടുന്നത് കേട്ടോ. അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കപ്പ് വെച്ച് ഇടാൻ നേരത്ത് ഭയങ്കര ഒരു ഷേപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക.